8 മാസത്തെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് സുഖവാസമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകാം. ഏർലി മോർണിംഗിന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായി. അപ്പം നിലമ്പൂരിൽ നിന്ന് ഒരു കോഫി കുടിച്ചിട്ട് തുടങ്ങി ബാക്കിയുള്ള യാത്ര. നാടുവാണിക്കാടിലൂടെയായിരുന്നു യാത്ര. നാടുവാണിക്കാട് അറിയാലോ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാടാണ്. എപ്പോഴും ആനയുണ്ടാവും. അത് കഴിഞ്ഞ് ഗൂഡല്ലൂർ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബന്ദിപ്പൂരെത്തി. പിന്നെ ഇതാ ഈ വഴി നിങ്ങൾക്കറിയോ, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് കേട്ടിട്ടില്ലേ? ഇതാ ഈ വഴി പോയ ഊട്ടി. ബന്ദിപ്പൂരിൽ നമുക്ക് ഒരുപാട് അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുറേ മാനിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ദിവസം പോയപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ദിവസം ടൈഗറിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത്തവണ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പിന്നെ കബാബിന്റെ മണ്ണടിച്ചല്ലേ ബാംഗ്ലൂർ എത്തി. തിരിച്ച് നമ്മുടെ റൂമിലും എത്തി കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ബാംഗ്ലൂർ ജീവിതമൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം. എപ്പോഴെങ്കിലും ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ. ഇനിയിപ്പോൾ ഓരോ ലീവ് കിട്ടാനൊക്കെ ആയിരിക്കും കൊതി. എന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ പോകാനൊക്കെ. നാട്ടിൽ ചെന്നാലോ പെട്ടെന്ന് ലീവും തരും. ഒരുപാട് സങ്കടത്തോടെയും എന്നാൽ സന്തോഷത്തോടെയാണ് കേട്ടോ തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി വിളക്കും കത്തിച്ച് ഞാൻ കിടന്നു.